ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ 2 സെക്ഷൻ പറഞ്ഞു നിർത്തിയിരുന്നു. ഒരു ജസ്റ്റ് f(x)=0 എന്നുള്ള സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന ന്യൂമറിക്കലി നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന ടെക്നിക്സിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇത്ര ദിവസം പറഞ്ഞു വന്നിരുന്നത്. നമ്മൾ അടുത്തൊരു മെത്തേഡിലേക്ക് പോവുകയാണ്, ന്യൂട്ടൺസ് മെത്തേഡ് ആൻഡ് ഇറ്റ്സ് എക്സ്റ്റെൻഷൻസ്. അതായത് ന്യൂട്ടൺസ് മെത്തേഡ് നമുക്കൊരു മെത്തേഡ് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കും. അതിനെ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള ബാക്കി 1-2 ടെക്നിക്സും കൂടിയാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷനിലേക്ക് കടക്കാം. ഈ 3 സെക്ഷനിൽ ഇപ്പോൾ ഈ 2.3 നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൺസ് മെത്തേഡ്, സീക്കൻഡ് മെത്തേഡ്, പിന്നെ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ. ഇപ്പോൾ ന്യൂട്ടൺസ് മെത്തേഡ് ഇത്, പിന്നെ വരുന്നത് സീക്കൻഡ് മെത്തേഡ്, പിന്നെ വരുന്നത് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ. അപ്പോൾ 3 കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. ഈ 3നും ബേസായിട്ട് വരുന്നത് ഒരേ പാറ്റേണിലുള്ള ഇറ്ററേറ്റീവ് ഫോർമുലയാണ്. അത് 3ഉം ഡിറൈവ് ചെയ്തെടുക്കുന്നത് ന്യൂട്ടൺസ് ഇറ്ററേറ്റീവ് മെത്തേഡ് തന്നെയാണ്. പിന്നെന്താ അതിനകത്ത് നമുക്ക് പറയാനുള്ളത്, ഫോർമുല പഠിക്കുക, അതിൽ ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ കടക്കാം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സപ്പോസിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. അപ്പോൾ നോക്കുക, സപ്പോസ് ദാറ്റ് എഫ് എലമെൻറ്റ് ഓഫ് C² ക്ലോസ്ഡ് ഇൻ്റർവൽ AB. ഈ C ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ക്ലോസ്ഡ് ഇൻ്റർവൽ ABയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെയും എന്തായിരുന്നു, എല്ലാ കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെയും കളക്ഷൻ. ഈ C² ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത്, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ളവർ, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെയും കളക്ഷൻ. അപ്പോൾ ചില ഫങ്ഷനുകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ ശരിക്കും ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഈ ഫങ്ഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുന്നത്, വരച്ച് തെറ്റിപ്പോയേ. നമ്മളിങ്ങനെ വരയ്ക്കുന്ന മോഡ് x, ചെറിയ വ്യത്യാസമുണ്ട്. മോഡ് x കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവൽ ABക്കകത്ത് ഫസ്റ്റ് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള എല്ലാ കണ്ടിന്യൂസ് ഫങ്ഷൻസും എന്ന് പറയുമ്പോൾ മോഡ് എക്സിനെ നമ്മൾ എന്താക്കണം, ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഫങ്ഷൻസ് ഓരോ ഫിൽറ്റർ നമ്മളിങ്ങനെ വെക്കുമ്പോഴും പോവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫുകൾ. Let P0 element of closed interval AB be an approximation to P such that f dash of P0 not equal to 0 and modulus of P minus P0 is small. അപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങൾ അസ്യൂം ചെയ്ത് വെക്കുകയാണ്. എഫ് ട്വൈസ് ഡിഫറൻഷ്യബിൾ കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. ലെറ്റ് P0 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ ABക്ക് അകത്തെ ഒരു ആർബിട്രറി പോയിൻ്റ് ആണ്, വിച്ച് ഈസ് ടു അപ്രോക്സിമേറ്റ് P. ബട്ട് എഫ് ഡാഷ് ഓഫ് P0 നോൺ സീറോ ആയിരിക്കും വേണം. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് P0-നകത്ത് കൊടുക്കുമ്പോൾ അവിടെ നോൺ സീറോ ആയിരിക്കുകയും വേണം. ആൻഡ് ആ ഡിഫറൻസ് P minus P0 ഈസ് സ്മോൾ. ന്യൂട്ടൺസ് മെത്തേഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫസ്റ്റ് ടൈലർ പോളിനോമിയൽ ഫോർ f of x. അപ്പോൾ ഈ ടൈലർ പോളിനോമിയൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഡെറിവേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ന്യൂട്ടൺസ് മെത്തേഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം first Taylor polynomial for f of x expanded about P0 and evaluated at x equal to P. അപ്പോൾ ന്യൂട്ടൺസ് മെത്തേഡ് സ്റ്റാർട്ട് വിത്ത് ആൻ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ P0 എന്ന് പറഞ്ഞ ആ ഒരു ഇനീഷ്യൽ അപ്രോക്സിമേഷനിൽ നിന്നാണ് നമ്മൾ ന്യൂട്ടൺസ് മെത്തേഡ് തുടങ്ങുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ബൈസെക്ഷൻ മെത്തേഡിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ആ 2 എൻഡ് പോയിൻറ്റിൻ്റെയും മിഡിലാണ് നമ്മൾ P0 ആയിട്ട് എടുത്തത്. ഫിക്സഡ് പോയിൻ്റ് ഇറ്ററേഷനിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ബെസ്റ്റ് ചോയ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ന്യൂട്ടൺസ് മെത്തേഡിലും മതി, നമുക്ക് ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ ABക്കകത്ത് ഏത് പോയിൻ്റ് P0 വേണമെങ്കിലും എടുക്കാം. ആ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ P0-നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു സീക്വൻസ് Pn ജനറേറ്റ് ചെയ്യുന്നത്. Pn ജനറേറ്റ് ചെയ്യാനുള്ള ഇറ്ററേറ്റീവ് ഫോർമുലയാണ് നമ്മൾ ആ ബോക്സിനകത്ത് കാണിച്ചിരിക്കുന്നത്. Pn ഈക്വൽ ടു Pn - 1 മൈനസ് f of Pn minus 1 divided by f dash of Pn minus 1. ആ എഴുതിയേക്കണതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. Pn ഈക്വൽ ടു Pn minus 1 minus
എഫ് ഓഫ് പി എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് വൺ. അപ്പോൾ ഈ ഒരു ഫോർമുല, അപ്പോൾ നമ്മൾ സീറോ അല്ലെങ്കിൽ ആ റൂട്ടിലേക്ക് സീറോയിലേക്കുള്ള അപ്രോക്സിമേഷൻ ഇവിടെയും അതെ, നമുക്ക് എക്സാക്റ്റ് അപ്രോക്സിമേഷൻ കിട്ടണമെങ്കിൽ സർട്ടൺ സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മളോടൊരു ബൗണ്ട് പറഞ്ഞിട്ട് ഒരു 10⁻²⁻2 ഡിഫറൻസിൽ വരുമ്പോൾ നിർത്തുക, 10⁻5 ഡിഫറൻസ് കാണുമ്പോൾ നിർത്തുക, അങ്ങനെയൊക്കെ ആയിരിക്കും പറയാനുണ്ടാവുക. അപ്പോൾ അത് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ കൺഫ്യൂഷനും ഉണ്ടാവില്ല, കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്തു പോവാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ വർക്ക്ഡ് ഔട്ട് അധികമില്ല, പക്ഷേ എക്സസൈസിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്, എല്ലാം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സീറോയിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യണം. റൂട്ട് ഓഫ് എഫ് യൂസിങ് ഫസ്റ്റ് വൺ ഫിക്സഡ് പോയിൻറ്റ് മെത്തേഡ്, രണ്ടാമത്തത് ന്യൂട്ടൺസ് മെത്തേഡ്. അപ്പോൾ ഫിക്സഡ് പോയിൻറ്റ് മെത്തേഡിൽ നമ്മൾ സാധാരണ എളുപ്പത്തിന് വേണ്ടി അതും മിഡിൽ പോയിൻ്റ് തന്നെയാണ് എടുക്കാറ്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0,π/2 എന്ന് പറഞ്ഞ ഇൻ്റർവെലിനാണ് കണ്ടുപിടിക്കേണ്ടത്. വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് സൈൻ കോസ് ടാൻ അതൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഈ എക്സ് എന്ന് പറഞ്ഞ സാധനം റേഡിയനിൽ വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോഴും അതെ, നോർമലി ഡിഗ്രി ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക, അത് റേഡിയനാക്കി മാറ്റിയിട്ട് വേണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ, അല്ലാതെ വരുമ്പോൾ നമുക്ക് ആൻസർ മാറിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫിക്സഡ് പോയിൻറ്റ് മെത്തേഡ് ഇറ്ററേഷനിൽ ഫിക്സഡ് പോയിൻറ്റ് മെത്തേഡ് വെച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫിക്സഡ് പോയിൻറ്റ് മെത്തേഡിനാണെങ്കിൽ ഇതിന് നമ്മൾ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലത്തിൽ നിന്നും ഫിക്സഡ് പോയിൻറ്റ് പ്രോബ്ലം ആക്കി മാറ്റണം. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ലെറ്റ് us ചേഞ്ച് ദ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം ഇൻ ടു ഫിക്സഡ് പോയിൻറ്റ് പ്രോബ്ലം ആസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്, എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0യെ നമ്മൾ എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന ഫോമിലേക്ക് മാറ്റും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, കോസ് എക്സ് മൈനസ് എക്സ് ആയ കാരണം ആ എക്സിനെ അപ്പുറേ കൊണ്ടുപോയാൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പോൾ നമ്മുടെ ഇവിടെ ജി ഓഫ് എക്സ് ആരാണ്, കോസ് എക്സ് ആണ്. നമ്മൾ മിഡ് പോയിൻറ്റ് 0,π/2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ടുള്ള π/4 ആണ് നമ്മൾ പി നോട്ട് അപ്രോക്സിമേഷനായിട്ട് എടുക്കുന്നത്. നിങ്ങൾ ആ ഫോർമുല ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫിക്സഡ് പോയിൻറ്റ് ഇറ്ററേഷനിൽ നമ്മുടെ ഇറ്ററേറ്റീവ് ഫോർമുല എന്തായിരുന്നു, പി എൻ ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1. അപ്പം നമ്മൾ എൻ ഈക്വൽ ടു 0, ഇത് പീക്കുള്ള ഇറ്ററേഷനാണ്. പി എൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ പോയിൻ്റ് ആരായിരിക്കും, പി നോട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പി നോട്ട്, P1, P2, P3 എക്സെട്ര P10 വരെയാണ് നമ്മളിത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ P10 വരെയാണ് ഈ ഇറ്ററേഷനിൽ കണ്ടുപിടിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ പി നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ π/4 തന്നെയാണ്. അപ്പോൾ കോസ് π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, കോസ് π/4 1/√2. അപ്പോൾ നമ്മളിതൊക്കെ കാൽക്കുലേറ്ററിനകത്ത് ഇട്ടിട്ട് ആ ഡെസിമൽ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇനി വീണ്ടും കോസ് 0.760244, P3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് P2, P4 എന്ന് പറഞ്ഞാൽ കോസ് P3, അങ്ങനെ നമ്മൾ P10 വരെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ P10ലേക്ക് എത്തുമ്പോൾ നമുക്ക് നോക്കൂ, അപ്രോക്സിമേറ്റ്ലി നമ്മുടെ വാല്യൂ 0.73 ഇവിടെയാണ്, 0.739987. അപ്പോൾ ഒരു 10 ഇറ്ററേഷൻ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, ഒരു എവിടേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം, ഇവിടെ നോക്കൂ 74-നകത്തേക്ക് വരുന്നു, 3739. അപ്പോൾ 0.74ൻ്റെ അടുത്തേക്കാണ് ഈ വാല്യൂസ് എല്ലാം മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബൈ ഫിക്സഡ് പോയിൻ്റ് ഇറ്ററേഷൻ വി വിൽ കൺക്ലൂഡ് അല്ലെങ്കിൽ വി അപ്രോക്സിമേറ്റ് പി ഈക്വൽ ടു 0.74. ഇനിയാണ് ന്യൂട്ടൺസ് മെത്തേഡ്. ന്യൂട്ടൺസ് മെത്തേഡിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് നോക്കുക. ഈ ന്യൂട്ടൺസ് മെത്തേഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്തൊക്കെ വേണം, എഫിൻ്റെ വാല്യൂ അറ്റ് Pn-1 വേണം, എഫ് ഡാഷിൻ്റെ വാല്യൂ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ അറ്റ് Pn-1 വേണം. അപ്പോൾ നമ്മളിത് രണ്ടും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, കോസ് എക്സ് മൈനസ് എക്സ് ആയിരുന്നു അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് എക്സ്. ഇവിടെ നോക്കൂ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് എക്സ് ആണ്. അപ്പോൾ എഫിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു
കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് -1. ഇനി പി നോട്ട് ഈക്വൽ ടു π/4 എടുക്കുക. അപ്പോൾ നമ്മുടെ ഇറ്ററേറ്റീവ് ഫോർമുല എഴുതാൻ മറക്കരുത്. ദെൻ ന്യൂട്ടൺസ് ഇറ്ററേറ്റീവ് ഫോർമുല ഈസ് Pn ഈക്വൽ ടു Pn-1 മൈനസ് എഫ് ഓഫ് Pn-1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് Pn-1. അപ്പോൾ P1 ആയിരുന്നായിരിക്കും P1 ഈക്വൽ ടു P നോട്ട് മൈനസ് എഫ് ഓഫ് P നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് P നോട്ട്, അതായത് π/4 മൈനസ് കോസ് π/4 മൈനസ് π/4 ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ π/4 -1. അപ്പോൾ നമ്മൾ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാൽക്കുലേറ്ററിനകത്തിട്ട് വാല്യൂ നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 0.7395361,344. ഇവിടെ ഒരു ഗുണം നോക്കൂ, ഏകദേശം നമ്മുടെ ഫിക്സഡ് പോയിൻ്റ് ഇറ്ററേഷനിൽ 10th ഇറ്ററേഷൻ തന്ന വാല്യൂവിനടുത്താണ് ന്യൂട്ടൺസ് മെത്തേഡ് ഫസ്റ്റ് ഇറ്ററേഷൻ നമുക്ക് വാല്യൂ തരുന്നത്. ഇതാണ് ന്യൂട്ടൺസ് മെത്തേഡിൻ്റെ ഒരു ഗുണം. ഫിക്സഡ് പോയിൻ്റ് ഇറ്ററേഷനിൽ 10th ഇറ്ററേഷൻ എത്തിയപ്പോഴാണ് നമുക്ക് ആ കാര്യത്തിലൊരു ധാരണ വന്നത്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഇറ്ററേഷൻ P1ലേക്ക് എത്തുമ്പോഴത്തേനും തന്നെ നമുക്ക് 7.7395 എത്തി. ഇനി P2 ഈക്വൽ ടു P1 മൈനസ് എഫ് ഓഫ് P1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് P1. അപ്പോൾ P1 മൈനസ് കോസ് P1 മൈനസ് P1 ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ P1 -1. അപ്പോൾ നമ്മളിതിൽ കാൽക്കുലേറ്ററിലേക്ക് ഈ വാല്യൂ, അപ്പോൾ നമുക്കത് കാൽക്കുലേറ്ററിൽ ചെയ്യായിരിക്കും കൺവീനിയൻസ്. ഇത് മുഴുവൻ ഇറ്ററേഷനിൽ എഴുതണമെന്നില്ല, തെറ്റിക്കരുത്. എഴുതുമ്പോൾ നമുക്ക് ഏകദേശം 0.7390 മച്ച് മോർ ക്ലോസർ 8517881 എന്ന് കിട്ടി. ഇനി P3യിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് 0.7390851332. P4ലും നമുക്ക് സെയിം വാല്യൂ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ P3 ഇനി എവിടെ നമ്മൾ അങ്ങനെ എത്ര ചെയ്താലും നമുക്ക് ഇതേ വാല്യൂ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. നമ്മളിവിടെ നിർത്തുന്നു. P3 ഈക്വൽ ടു P4 ആൻഡ് വി കൺക്ലൂഡ് ദാറ്റ് P ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.7390851332. അപ്പോൾ നോക്കൂ, എപ്പോഴും ന്യൂട്ടൺസ് മെത്തേഡിൽ ആദ്യത്തെ 1-2 ഇറ്ററേഷൻ കഴിയുമ്പോഴത്തേനും വി വിൽ കീം നിയർലി അത്രയും ക്ലോസ് ടു ദി സൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലോസ് ടു ദി റൂട്ട്. ഫിക്സഡ് പോയിന്റിൽ ഒരു 10 ഇറ്ററേഷൻ, ബൈസെക്ഷനിൽ മേ ബി വി വിൽ ടേക്ക് എ 10 or 10-20 ഓർ സംതിങ്, എത്രയെങ്കിലുമൊക്കെ ആയിരിക്കും, കുറച്ചത് കൂടുതലുണ്ടാവാം. പക്ഷേ ന്യൂട്ടൺസ് മെത്തേഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു കാര്യം മാത്രമാണ് അറിയേണ്ടത്. ഓരോ സ്റ്റെപ്പിലും ഡെറിവേറ്റീവിനകത്ത് ഡെറിവേറ്റീവിന് ആ പോയിന്റിലെ വാല്യൂ, ഫംഗ്ഷൻ ആ പോയിന്റിലെ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റണം. ആ ഒരൊറ്റ കാര്യമാണ് ന്യൂട്ടൺസ് മെത്തേഡിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഫോർമുല എളുപ്പമാണ്, ബൈ ഹാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താണ്? Pn ഈക്വൽ ടു Pn-1 മൈനസ് എഫ് ഓഫ് Pn-1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് Pn-1. സിമ്പിളായിട്ടുള്ളൊരു ഫോർമുലയാണ്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനും കാൽക്കുലേറ്ററും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. വേറൊരു കാര്യം, നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ബൈസെക്ഷൻ മെത്തേഡ് വഴിയോ ഫിക്സഡ് ഇറ്ററേഷൻ വഴിയോ കിട്ടുന്ന സൊല്യൂഷനെ കമ്പയർ ചെയ്യാനും അത് കറക്റ്റാണോ നോക്കാനുമാണ് ന്യൂട്ടൺസ് മെത്തേഡ് മോസ്റ്റ്ലി ഉപയോഗിക്കാറും എക്സാംസിന് ചോദിക്കാറും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടിയും എളുപ്പത്തിന് കാര്യങ്ങൾ പറയാനുള്ളൊരു തിയറം നോക്കൂ. ലെറ്റ് എഫ് എലമെൻറ്റ് ഓഫ് തിയറം 2.6. ലെറ്റ് എഫ് എലമെൻറ്റ് ഓഫ് C square closed interval AB if P element of open interval AB such that f of P equal to 0 and f dash of P not equal to 0, then അപ്പോൾ എഫിൻ്റെ ഓപ്പൺ ഇൻ്റർവെൽ എ ബിക്ക് അകത്തുള്ള ഒരു റൂട്ടാണ് P, പക്ഷേ ഡെറിവേറ്റീവിൻ്റെ റൂട്ടല്ല. എഫ് ഓഫ് പി 0 ആണ്, എഫ് ഡാഷ് ഓഫ് പി നോൺ 0. ദെൻ there exists a delta greater than 0 such that Newton's method generated a sequence Pn converging to P. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു P ഉണ്ടെങ്കിൽ ഈ ന്യൂട്ടൺസ് മെത്തേഡ് വഴി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യും? പിയിലേക്ക് കൺവേർജ് ചെയ്യും. ഫോർ എനി ഇനീഷ്യൽ അപ്രോക്സിമേഷൻ P നോട്ട് ഇൻ P മൈനസ് ഡെൽറ്റ കോമ P പ്ലസ് ഡെൽറ്റ. അപ്പോൾ നമ്മൾ എഫിൻ്റെ ഏതെങ്കിലും ഒരു റൂട്ട് ഇതിനകത്തുണ്ട്, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിൻറ്റ് നോൺ സീറോയുമാണെങ്കിൽ we can find a delta greater than 0 such that P minus delta comma P plus delta ക്ക് അകത്ത് നിന്നും ഏത് ഇനീഷ്യൽ അപ്രോക്സിമേഷൻ P നോട്ട് എടുത്താലും
ഈ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ വെച്ച് ന്യൂട്ടൺസ് ഇറ്ററേഷൻ മെത്തേഡ് വഴി ജനറേറ്റ് ചെയ്യുന്ന സീക്വൻസ് പി എൻ എവിടേക്ക് കൺവേർജ് ചെയ്യും? വിച്ച് കൺവേർജസ് ടു പി. അതാണ് നമ്മുടെ ഈ തിയറം എൻഷുർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇപ്രാവശ്യം സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ഇല്ലാത്ത കാരണം നമ്മൾ പ്രൂഫ് ഒഴിവാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് സീക്കൻഡ് മെത്തേഡ്. അപ്പോൾ ന്യൂട്ടൺസ് ഇറ്ററേഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് കുറച്ചും കൂടി പവർഫുൾ എന്ന് പറയുന്നതിൻ്റെ ആവശ്യം നമുക്ക് നേരത്തെ പറഞ്ഞു വന്നപ്പോൾ ഏത് പി എൻ എടുത്താലും അല്ലെങ്കിൽ ഏത് ഇറ്ററേഷനിലും നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവിനകത്ത് ആ പോയിന്റിലുള്ള വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നു. ഇപ്പം അത് അങ്ങനെയല്ലാണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇല്ലാതെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇറ്ററേറ്റീവ് ഫോർമുല നോക്കുക. പി എൻ ഈക്വൽ ടു പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 1 ഇൻറ്റു പി എൻ മൈനസ് 1 മൈനസ് പി എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 2. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും ന്യൂട്ടൺസ് മെത്തേഡിലാണ് കാൽക്കുലേഷൻ കുറവെന്ന്. ശരിയാണ്. സീക്കൻഡിൽ നമ്പർ ഓഫ് കാൽക്കുലേഷൻസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ആ ഡെറിവേറ്റീവ് എടുക്കണ്ട എന്നുള്ള ഒരു ഗുണമാണ്. പക്ഷെ കാരണം പല ഫങ്ഷൻസും നമുക്ക് കിട്ടുമ്പോൾ ഡെറിവേറ്റീവ് എടുത്ത് കണ്ടുപിടിക്കാൻ എളുപ്പം ഉണ്ടാവില്ല. എല്ലാ കേസിലും ഡിഫറൻസിയേഷൻ ഈ കോസ് എക്സ് മൈനസ് എക്സിന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പോലെ എളുപ്പമായിരിക്കില്ല ഒരു പക്ഷേ. ഇപ്പോൾ കോസ് എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്നൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് സീക്കൻഡ് മെത്തേഡായിരിക്കും കുറച്ചും കൂടിയും എളുപ്പമുണ്ടാകാം. അപ്പോൾ സീക്കൻഡ് മെത്തേഡും ന്യൂട്ടൺസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ന്യൂട്ടൺസ് മെത്തേഡിൽ ഡെറിവേറ്റീവാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. എഫ് ഓഫ് പി എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് 1. ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുന്നില്ല. പി എൻ ഈക്വൽ ടു പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 1 ഇൻറ്റു പി എൻ മൈനസ് 1 മൈനസ് പി എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 2. മാത്രമല്ല ഇവിടെ 2 ഇനീഷ്യൽ പോയിൻറ്റ്സ് വേണം നമുക്ക്. പി നോട്ടും പി വണ്ണും ആവശ്യമാണ്. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ആ പി എന്നുകളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 അപ്രോക്സിമേഷൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ആ മൊത്തം ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻറ്റ്സ് എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ മിഡിൽ 2 ഇൻ്റർവെല്ലാക്കിയിട്ട് ഇത് മിഡിൽ വെച്ച് കട്ട് ചെയ്തിട്ട് 2ൻ്റെയും കൂടെ എൻ പോയിൻ്റ് എടുക്കാം. അതൊക്കെ നമ്മുടെ കൺവീനിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ടെക്നിക്കിനെയാണ്. അപ്പോൾ സീക്കൻഡ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എഴുതാനോ അല്ലെങ്കിൽ 2 സെൻറ്റൻസ് എഴുതി ഇറ്ററേഷൻ മെത്തേഡ് ഇതാണ്, അതിനേക്കാളും പവർഫുള്ളാണ് എന്നുള്ള ആ ഒരു കുറച്ച് റീസണിങ് നമുക്ക് അറിയണം. അപ്പോൾ അതൊന്ന് വായിച്ചു വയ്ക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് എക്സിൻ്റെ ഈ സീക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം? അതിന് സീക്കൻഡ് മെത്തേഡ് ഉപയോഗിക്കുക. അപ്പോൾ സീക്കൻഡ് മെത്തേഡിൽ നമ്മൾ 2 ഇനീഷ്യൽ അപ്രോക്സിമേഷൻസ്, നമ്മുടെ നേരത്തെ ഇൻ്റർവെല്ല് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,π/2 ആയിരുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് 2 ഇനീഷ്യൽ പോയിൻറ്റ്സ് പി നോട്ട് ഈക്വൽ ടു 0.5 എന്നും പി വൺ ഈക്വൽ ടു π/4 എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് പി നോട്ടും പി വണ്ണും ഉണ്ട്. P2 ആണ് ആവശ്യം. P2 ഈക്വൽ ടു P1 മൈനസ് എഫ് ഓഫ് P1 ഇൻറ്റു P1 മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് P1 മൈനസ് എഫ് ഓഫ് പി നോട്ട്. അപ്പോൾ അതിനകത്ത് P1 എന്ന് പറയുന്നത് π/4 ആണ്. π/4 മൈനസ് കോസ് P1 മൈനസ് P1 ഇൻറ്റു P1 മൈനസ് പി നോട്ട് ഹോൾ ഡിവൈഡഡ് ബൈ കോസ് P1 മൈനസ് P1 മൈനസ് കോസ് പി നോട്ട് മൈനസ് പി നോട്ട്. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്ററിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനകത്ത് തന്നെ സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ ഏകദേശം 0.7363841,388 എന്ന് കിട്ടി കാണും. ചെയ്തു നോക്കണം. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത ഇറ്ററേഷൻ P3 നോക്കുക. നമുക്ക് ഇറ്ററേഷൻ ക്ലിയർ ആണ്. P3 ഈക്വൽ ടു P2 മൈനസ് എഫ് ഓഫ് P2 ഇൻറ്റു P2 മൈനസ് P1 divided by f of P2 minus f of P1 which is equal to 0.7390. കണ്ടോ, ഇവിടെ രണ്ടാമത്തെ ഇറ്ററേഷൻ ഫിക്സഡ് പോയിൻ്റ് ഇറ്ററേഷനിൽ 10 ആയിരുന്നെങ്കിൽ ഇവിടെയും രണ്ടാമത്തെ ഇറ്ററേഷൻ ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം ആ റേഞ്ചിനടുത്തെത്തി. മൂന്നാമത്തെ ഇറ്ററേഷൻ P3യിലേക്ക്. P4 എന്ന് പറയുമ്പോൾ
0.7390851493 എന്ന് കിട്ടും. അപ്പോൾ ഏകദേശം സീക്കൻഡ് മെത്തേഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്യണത് 0.74 അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കൂടുതൽ എക്സാമ്പിൾസിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആ ഇനീഷ്യൽ പോയിൻറ്റ്സ് എടുക്കുന്നതിലാണ് കുറച്ചും കൂടിയും ഒരു ക്ലാരിറ്റി വരേണ്ടത്, എക്സ്പീരിയൻസ് വരേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്, അത് ചെയ്ത് നോക്കുക. നമുക്ക് അസൈൻമെൻറ്റ്സിനകത്ത് കൂടുതൽ അത് ചെയ്യാം. ഓക്കെ, അടുത്തത് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ. അപ്പോൾ അതായത് നമുക്ക് ആ ഫോർമുല ഫെമിലിയറൈസ് ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ന്യൂട്ടൺസ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇറ്ററേറ്റീവ് ഫോർമുല യൂസ് ചെയ്യുന്നു. ഫിക്സഡ് പോയിൻറ്റ് അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡിനകത്ത് ഇറ്ററേഷൻ നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് ഈ മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു സമ്മറി ആയിട്ട് നിങ്ങളത്, അല്ലെങ്കിൽ ഈ സെക്ഷൻ കഴിയുമ്പോൾ ഒരു സമ്മറി ആയിട്ട് എഴുതി വെക്കണം. ബൈസെക്ഷൻ മെത്തേഡ്, അതിൻ്റെ ഇറ്ററേഷൻ ഫോർമുല, പിന്നെ എന്തായിരുന്നു ഫിക്സഡ് പോയിൻറ്റ് ഇറ്ററേഷൻ, അതിൻ്റെ ഇറ്ററേറ്റീവ് ഫോർമുല, ന്യൂട്ടൺസ് മെത്തേഡ് ഇറ്ററേറ്റീവ് ഫോർമുല, സീക്കൻഡ് മെത്തേഡ് അതിൻ്റെ ഇറ്ററേറ്റീവ് ഫോർമുല, അടുത്ത് നമ്മൾ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകതയും അതിനകത്ത് നമ്മൾ എഫ് എങ്ങനെ അസ്യൂം ചെയ്യുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളതൊന്ന് സമ്മറൈസ് ചെയ്ത് നോട്ടിൻ്റെ അപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും അത് സമ്മറൈസ് ചെയ്ത് എഴുതി വെക്കുകയാണെങ്കിൽ ഇതൊരു പ്രോബ്ലം പേപ്പറാണ്. ഡെഫിനറ്റ്ലി യു ഹാവ് ടു നോ ദ ടെക്നിക്സ്. അപ്പോൾ എളുപ്പത്തിൽ ടെക്നിക്സിൽ കൂടെ പോകാനായിട്ട് ഒറ്റ പേജിൽ സമ്മറൈസ് ചെയ്ത് ഓരോ സെക്ഷൻ കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ 1 വേരിയബിൾ ഫങ്ഷൻസ് ഇൻ 1 വേരിയബിളിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന ഈ സെക്ഷൻ 2.1 2.3, ഇനി ഈ 2 സെക്ഷനേ ഉള്ളൂ. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞു സമ്മറി തയ്യാറാക്കാം. അത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ. Method of false position generates approximations in the same manner as secant method. അപ്പോൾ സീക്കൻഡ് മെത്തേഡിൻ്റെ അതേ ഇറ്ററേറ്റീവ് ഫോർമുലയാണ് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷനും യൂസ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ടെസ്റ്റ് ടു എൻഷുർ ദാറ്റ് ദ റൂട്ട് ഈസ് ഓൾവേസ് ബ്രാക്കറ്റ് ബിറ്റ്വീൻ ദി സക്സസീവ് ഇറ്ററേഷൻസ്. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്തത് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു, നമ്മൾ 2 പോയിൻറ്റുകൾ അല്ലേ, ഒരു എ നോട്ടും ബി നോട്ടും, A0യും B0യും എടുക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഒരെണ്ണം f(a0) ഇൻറ്റു f(b0) <0) അല്ലെങ്കിൽ സൈനുകൾ <0 ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം എന്ത് ചെയ്തു, സൈൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനുള്ളിൽ ഒരു 0 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് വീണ്ടും നമ്മൾ നോക്കുന്നു 2 എൻ പോയിൻറ്റുകളുടെയും സൈൻ ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനൊപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ഇറ്ററേഷൻ എടുക്കുമ്പോൾ നമ്മുടെ ആ പീനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻ്റർവെല്ലുകളിലേക്കാണ് ചുരുങ്ങി വന്നിരുന്നത്. ഈ ന്യൂട്ടൺസ് മെത്തേഡ് എടുക്കുമ്പോഴോ സീക്കൻഡ് മെത്തേഡിൽ P0ഉം P1ഉം അല്ലെങ്കിൽ ആദ്യത്തെ 2 ഇറ്ററേഷൻ എടുക്കുമ്പോഴും നമുക്ക് ഗ്യാരൻറ്റീഡ് ഒന്നുമല്ല അതിനകത്ത് നമ്മുടെ റൂട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ റൂട്ട് ആ 2 ഇറ്ററേഷൻസിൽ, അതായത് P0 P1 അത് കഴിഞ്ഞ് P1 P2 P2 P3 അങ്ങനെ എടുത്തു പോകുമ്പോൾ ആ ഇറ്ററേഷൻ ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് റൂട്ട് എന്ന് എൻഷുർ ചെയ്യാൻ ഒരു ടെസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ. ബട്ട് ദിസ് മെത്തേഡ് ഈസ് നോട്ട് ജനറലി റെക്കമെൻഡഡ്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ എക്സാമിന് ബൈ യൂസിങ് മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഹൈലി റെക്കമെൻഡഡ്, വി ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂസ് ഇനീഷ്യൽ അപ്രോക്സിമേഷൻസ് ആസ് ഇൻ സീക്കൻഡ് മെത്തേഡ് P0 ആൻഡ് P1 വിത്ത് f(p1) ഇൻറ്റു f(p0) <0. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ, രണ്ടിൻ്റെയും കൂടെ ഇത് എടുക്കുമ്പോൾ ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ സീക്കൻഡിലും തുടങ്ങാറ്. The approximation P2 is chosen in the same manner as secant method as x-intercept of the line joining P0, f(p0) and P1, f(p1). നമ്മൾ ആ ജിയോമെട്രിക് ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഫോർമുല പറഞ്ഞു, പ്രോബ്ലം ചെയ്തു, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ജിയോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് വായിച്ച് നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. നമുക്ക് ഫോർമുല മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ P2 കണ്ടുപിടിക്കുന്നതും P2 ഈക്വൽ ടു P1 മൈനസ് f(p1) ഇൻറ്റു P1 മൈനസ് P0 ഡിവൈഡഡ് ബൈ
എഫ് ഓഫ് പി വൺ മൈനസ് എഫ് ഓഫ് പി നോട്ട് സീക്കൻഡ് മെത്തേഡിൻ്റെ ആ ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ പി ടു കണ്ടുപിടിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൊസീജിയറിലേക്ക് വരുന്നത്. ഇഫ് സൈൻ ഓഫ് എഫ് ഓഫ് പി ടു ഇൻറ്റു സൈൻ ഓഫ് എഫ് ഓഫ് പി വൺ ലെസ് ദാൻ 0. അപ്പോൾ എഫ് ഓഫ് പി ടുവിൻ്റെയും എഫ് ഓഫ് പി വണ്ണിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ ശരിക്കും വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ പി വൺ ആൻഡ് പി ടു ബ്രാക്കറ്റിംഗ് ദ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ബ്രാക്കറ്റ്സ് ദ റൂട്ട് ചൂസ് പി ത്രീ ആസ് അപ്പോൾ പി ത്രീ ഈക്വൽ ടു നമ്മുടെ ഈ പറഞ്ഞ പി വണ്ണും പി ടും ഉപയോഗിച്ചുള്ള ആ ഒരു ഫോർമുല നമ്മൾ വരും. സപ്പോസ് സൈൻ ഓഫ് എഫ് ഓഫ് പി വൺ ഇൻറ്റു സൈൻ ഓഫ് എഫ് ഓഫ് പി ടു ഗ്രേറ്റർ ദാൻ ഇത് രണ്ടും ഒരേ സൈനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇവരിൽ ഒരാളെ മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ? പി വണ്ണിന് പകരം പി നോട്ട്, പി ടുവിനെ മാറ്റില്ല കേട്ടോ. പി ടു നമ്മൾ ആ ഇറ്ററേഷനിൽ കണ്ടുപിടിച്ച് പി ടുവിനെ അവിടെ നിലനിർത്തും. പി വണ്ണിനോ പി സീറോയെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. നമുക്ക് ആരെ വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ പി വണ്ണിനും പി ടുവിനും ചിലപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് അതായത് ആദ്യം നമ്മൾ പി വൺ ആയിട്ട് എടുക്കുന്ന ആളും പി ടുവും നമ്മൾ കണ്ടുപിടിച്ച പി ടുവുമായിട്ട് ആ സൈൻ ടെസ്റ്റ് നടത്തും. അതിനകത്ത് ഗ്രേറ്റർ ദാൻ 0 വരെയാണെങ്കിൽ പി വണ്ണിന് പകരം നമ്മൾ പി നോട്ടിൻ്റെ വാല്യൂ എടുക്കും. പക്ഷേ പി വൺ എന്ന് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അവ നമ്മളോട് പറയണം. അപ്പോൾ പി വണ്ണിന് പകരം പി നോട്ടിനെ എടുക്കും. അതിനെ പി വൺ എന്ന് റീലേബിൾ ചെയ്യും. എന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ലെസ് ദാൻ 0 കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ പി ത്രീ ഈക്വൽ ടു പി ടു മൈനസ് എഫ് ഓഫ് പി ടു ഇൻറ്റു പി ടു മൈനസ് പി വൺ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് പി ടു മൈനസ് എഫ് ഓഫ് പി വൺ എന്ന ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പി ത്രീ കണ്ടുപിടിക്കും. എഗെയിൻ പി ത്രീ കിട്ടിയതിന് ശേഷം നമുക്ക് പി ഫോറിലേക്ക് പോകുമ്പോഴും പി ത്രീയുടെ സൈനും പി ടുവിൻ്റെ സൈനും നോക്കും. എഫ് ഓഫ് പി ടുവിൻ്റെയും എഫ് ഓഫ് പി ത്രീയുടെയും സൈൻ നോക്കുക. രണ്ടും ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യും. അതല്ല തിരിച്ചാണെങ്കിൽ നമ്മൾ പി ടുവിന് പകരം ആരെ എടുക്കും? പി വണ്ണിന് എടുക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ആ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വീണ്ടും നമ്മുടെ നേരത്തെ എക്സ് ഈക്വൽ ടു കോസ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ആ പ്രോബ്ലത്തിൽ മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ വഴി നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ് പി നോട്ട് ഈക്വൽ ടു 0.5 എന്നും ഈ സീക്കൻഡ് മെത്തേഡ് തുടങ്ങിയ പോലെ തന്നെ പി നോട്ട് ഈക്വൽ ടു 0.5 പി വൺ ഈക്വൽ ടു 5/4 എന്ന് എടുക്കാം. അപ്പോൾ സീക്കൻഡ് മെത്തേഡ് നമ്മൾ സീക്കൻഡ് മെത്തേഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ വാല്യൂ ഞാൻ എടുത്ത് എഴുതിയിരിക്കുകയാണ്. നോട്ട് എഴുതുമ്പോൾ തീർച്ചയായും നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, പി എൻ ഈക്വൽ ടു പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 1 ഇൻറ്റു പി എൻ മൈനസ് 1 മൈനസ് പി എൻ മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 2. അപ്പോൾ പി ടു ഈക്വൽ ടു 0.7363841388. അപ്പോൾ നമ്മളിവിടെ എഫ് ഓഫ് പി വൺ കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും എഫ് ഓഫ് പി നോട്ടും എഫ് ഓഫ് പി വണ്ണും ഒക്കെ കണ്ടുപിടിച്ചാൽ നമ്മൾ അതിൻ്റെ സൈൻ നോക്കുക. സൈൻ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് പി ത്രീയിലേക്ക്, അതായത് പിന്നെ നമ്മൾ പി ത്രീ കണ്ടുപിടിക്കുമ്പോൾ എവിടെയാണ് പി ത്രീ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ പി വൺ എവിടെയാണ്? ഈ പി വണ്ണും ഈ പി ടും തന്നെ ഉപയോഗിക്കാം. കാരണം ഇവിടെ ലെസ് ദാൻ 0 വന്നതുകൊണ്ട് അവിടെ നമ്മൾ 0.7390 എന്ന് കിട്ടി. അപ്പോൾ വീണ്ടും ഇനി എഫ് ഓഫ് പി ടു കണ്ടുപിടിക്കണം. അതെന്തിനാ? അല്ല, എഫ് ഓഫ് പി ടു കണ്ടുപിടിക്കേണ്ട, അത് സൈൻ വീണ്ടും നോക്കാനാണ്. എഫ് ഓഫ് പി ത്രീയുടെയും എഫ് ഓഫ് പി ടുവിൻ്റെയും സൈൻ ഗ്രേറ്റർ ദാൻ 0 വന്നു. കണ്ടോ? കാരണം ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പി ടുവിന് പകരം പി വൺ. അപ്പോൾ നമുക്ക് പി വൺ എഫ് ഓഫ് പി വൺ ഈസ് ലെസ് ദാൻ 0. അപ്പോൾ ഈ പി ടു എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ ആണ്. പി ടു എവിടെയാണ്? 0.73. ആ പി ടുവിന് പകരം നമ്മൾ ആരുടെ വാല്യൂ ഇപ്പോൾ കൊടുക്കും? പി വൺ എടുക്കും. അപ്പോൾ പി വൺ നെഗറ്റീവാണ്. അപ്പോൾ സൈൻ ഇങ്ങനെ കിട്ടി. അപ്പോൾ പി ത്രീ ഈക്വൽ എഫ് പി ഫോർ ഈക്വൽ ടു പി ത്രീ മൈനസ് എഫ് ഓഫ് പി ത്രീ ഇൻറ്റു പി ത്രീ മൈനസ് പി വൺ. ശരിക്കും ഇവിടെ പി ടു എന്ന് എഴുതിയാലും കുഴപ്പമില്ല, നമ്മൾ റീലേബിൾ ചെയ്യുക ചെയ്യുന്നത്. പി വൺ മൈനസ് എഫ് ഓഫ് പി ത്രീ മൈനസ് എഫ് ഓഫ് പി വൺ. നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് വാല്യൂസൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് ഇങ്ങനെ ഒരു റേഞ്ച് കിട്ടും. അപ്പോൾ ഇവിടെയും നോക്കൂ, ഇതൊക്കെ നമ്മുടെ ആ ഇറ്ററേഷനിലേക്ക് എത്താൻ 2ഉം 3ഉം സ്റ്റെപ്പൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ദിസ് ഈസ് നോട്ട് ജനറലി റെക്കമെൻഡഡ് എന്ന് പറയാൻ കാരണം. പക്ഷേ മെത്തേഡ് നമുക്ക് അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടി നമ്മൾ പഠിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി എഫ് ഓഫ് പി ഫോർ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നോക്കുക, പി ത്രീയുടെ സൈനും ഗ്രേറ്റർ ദാൻ 0, പി ഫോറിൻ്റെ സൈനും ഗ്രേറ്റർ ദാൻ 0 അല്ലേ എഫിൽ. അപ്പോൾ നമ്മൾ ആരെ ഉപേക്ഷിക്കും? പി ത്രീയെ ഉപേക്ഷിക്കും.
P3 ആയിട്ട് ആരെ റീലേബിൾ ചെയ്യും? നേരത്തെ P2 ആയിട്ട് റീലേബിൾ ചെയ്ത P1ന് തന്നെ എടുക്കും. P3 ഈസ് relabeled by P1 and we get P5. P5 equal to P4 minus f of P4 into P4 minus P3 divided by f of P4 minus f of P3. P3 എന്ന് പറഞ്ഞാൽ ഇവിടെ പൈ ബൈ 4 ആണ് കേട്ടോ, നമ്മുടെ P1. അപ്പോൾ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ f of P5 ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് വീണ്ടും P4നെ മാറ്റി P1നെ തന്നെ കൊണ്ടുവരണം. അങ്ങനെ P6 കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണേ. 0.7390851,332. Therefore, P6 equal to 0.7390851,332 approximates the root P of f of x equal to cos x minus x. അപ്പോൾ ഇത്രയുമാണ് വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള എക്സാമ്പിൾസ്. 3 മെത്തേഡ്: ന്യൂട്ടൺസ് മെത്തേഡ്, സീക്കൻഡ് മെത്തേഡ്, മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ. മൂന്നിനും സിമിലർ ഫോർമുലാസ് ആണ്. അതിനകത്ത് സീക്കൻഡ് മെത്തേഡ് തുടങ്ങുന്നതും മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷനും സെയിം മാനറിൽ തുടങ്ങുന്നു. ഫസ്റ്റ് ഇറ്ററേഷന് ശേഷം മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷനിൽ ഒരു റൂട്ട് ബ്രാക്കറ്റിംഗ് ഒരു ടെസ്റ്റ് ചെയ്യുന്നു നമ്മൾ. ആ ടെസ്റ്റിനനുസരിച്ച് പിന്നെ വീണ്ടും ഉള്ള ഇറ്ററേഷൻ പോയിൻറ്റ്സിനെ ചൂസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ കുറച്ച് ചെയ്യുന്നുണ്ട്, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. Let f of x equal to x square minus x and p not equal to 1. Use Newton's method to find p2. അപ്പോൾ ന്യൂട്ടൺസ് മെത്തേഡിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ന്യൂട്ടൺസ് മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എഫ് ഡാഷ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഗിവൺ പി നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ഇറ്ററേറ്റീവ് ഫോർമുല എഴുതുന്നു. പി എൻ ഈക്വൽ ടു പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി എൻ മൈനസ് 1. അങ്ങനെയാണെങ്കിൽ P1 എന്ന് പറഞ്ഞാൽ എന്താണ്? പി നോട്ട് മൈനസ് എഫ് ഓഫ് പി നോട്ട് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് പി നോട്ട്. വാല്യൂസ് നമുക്കൊരു 7/2 കിട്ടും. അവിടുന്ന് P1 ഈക്വൽ ടു 7/2 എന്ന് കൊടുത്ത് വീണ്ടും ന്യൂട്ടൺസ് ഇറ്ററേറ്റീവ് ഫോർമുലയിലിടുക. അപ്പോൾ നമുക്കൊരു 2.607 എന്നുള്ള പോയിന്റ് കിട്ടും. അതായത് ഇവിടെ നോക്കാം, ശരിക്കും ഇവിടെ റൂട്ട് എന്താണ് വരിക? റൂട്ട് 6 ആണ് വരിക അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. നമുക്കറിയാവുന്ന നോർമൽ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6 ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 6 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു what we get? x ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 6 എന്ന് കിട്ടും. ഈ സ്ക്വയർ റൂട്ട് ഓഫ് 6 എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂവിലേക്ക് എത്തിക്കലാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അടുത്ത എക്സസൈസ് സിമിലർ ആണ്, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതേ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6 വിത്ത് പി നോട്ട് ഈക്വൽ ടു 3 ആൻഡ് P1 ഈക്വൽ ടു 2. ഫൈൻഡ് P3 യൂസിങ് സീക്കൻഡ് മെത്തേഡ്, മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ. രണ്ടിലും ചെയ്യുക. ഏതാണ് പെട്ടെന്ന് റൂട്ട് എക്സിലേക്ക് എത്തുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ സീക്കൻഡ് മെത്തേഡ് വഴി ചെയ്യുന്നു. അപ്പോൾ തന്നിട്ടുണ്ട് ഇനീഷ്യൽ അപ്രോക്സിമേഷൻ P0ഉം P2ഉം തന്നിട്ടുണ്ട്. P0ഉം P1ഉം തന്നിട്ടുണ്ട്. P2 കണ്ടുപിടിക്കണം, പിന്നെ P3 കണ്ടുപിടിക്കണം. ഫൈൻഡ് P3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ P2ഉം കണ്ടുപിടിച്ചിട്ട് അതായത് അവർ എത്രയിലേക്കാണോ പറഞ്ഞിട്ടുള്ളത് അതിന് മുമ്പുള്ള എല്ലാ ഇറ്ററേഷനും നമ്മൾ ചെയ്യണം എന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യം നമ്മൾ ഇറ്ററേറ്റീവ് ഫോർമുല എഴുതുന്നു സീക്കൻഡ് മെത്തേഡിനുള്ളത്. പി എൻ ഈക്വൽ ടു പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 1 ഇൻറ്റു പി എൻ മൈനസ് 1 മൈനസ് പി എൻ മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് പി എൻ മൈനസ് 1 മൈനസ് എഫ് ഓഫ് പി എൻ മൈനസ് 2. അപ്പോൾ P2 എന്ന് പറഞ്ഞാൽ എന്താണ്? P1 മൈനസ് എഫ് ഓഫ് P1 ഇൻറ്റു P1 മൈനസ് P0 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് P1 മൈനസ് എഫ് ഓഫ് P0. അപ്പോൾ 2 മൈനസ് നമ്മൾ വാല്യൂസൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്ത് കിട്ടും? 2.4 എന്ന് കിട്ടും. അപ്പോൾ P2 ഈക്വൽ ടു 2.4. അത് വീണ്ടും P3ക്കുള്ള ഇറ്ററേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൻ്റെ റെസ്പെക്റ്റീവ് കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊരു 2.45454 എന്നുള്ള വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ P3 കണ്ടുപിടിക്കാൻ പറഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ?
ഇനി സീക്കൻഡ് മെത്തേഡിലേക്ക് വരുന്നു. അപ്പോൾ സീക്കൻഡ് മെത്തേഡ് നമ്മളിവിടെ ഫാൾസ് പൊസിഷൻ, മെത്തേഡ് ഓഫ് ഫാൾസ് പൊസിഷൻ ചെയ്യുമ്പോൾ P2 വരെ സെയിം ആണ്. അപ്പോൾ P2 ഈക്വൽ ടു 2.4. ഇനി നമ്മൾ എന്ത് വേണം? എഫ് ഓഫ് P2ഉം എഫ് ഓഫ് P0ഉം എഫ് ഓഫ് P1ഉം കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനകത്ത് ഏത് രണ്ടെണ്ണത്തിൻ്റെയാണ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടുന്നത്? എഫ് ഓഫ് P0 ഈസ് ഗ്രേറ്റർ ദാൻ 0, എഫ് ഓഫ് P2 ഈസ് ലെസ് ദാൻ 0. അപ്പോൾ P0ഉം P2ഉമാണ് നമ്മൾ അടുത്ത ഇറ്ററേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ P3 ഈക്വൽ ടു P2 മൈനസ് എഫ് ഓഫ് P2 ഇൻറ്റു P2 മൈനസ് P1 എന്ന് എഴുതുന്നുണ്ടെങ്കിലും എടുക്കുന്ന വാല്യൂ P0ൻ്റെ വാല്യൂ ആണ്, ഡിവൈഡഡ് ബൈ എഫ് ഓഫ് P2 മൈനസ് എഫ് ഓഫ് P1. അപ്പോൾ നമ്മൾ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ എനിക്ക് ചെയ്ത് വന്നപ്പോൾ തെറ്റ് പറ്റി, അതാണ് നമ്മൾ ഈ വൈറ്റ്നർ മാർക്ക് കാണുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇറ്ററേഷൻ മാറ്റിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ റീലേബിൾ ചെയ്യുന്ന വാല്യൂ ഏതാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കാൽക്കുലേഷൻ ചെയ്യുക. ഹൈ റിസ്ക് ഫാക്ടറാണ് നമ്മൾ എറർ വരുത്താനുള്ളത്. റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അപ്പോൾ ചെയ്യുമ്പോൾ, എക്സാമിന് ചെയ്യുമ്പോഴും ശ്രദ്ധ വേറെ എവിടെയും പോവാതെ പ്രോബ്ലത്തിൽ കുറേ പ്രാവശ്യം ചെയ്ത് ശീലിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 2.444 എന്ന് കിട്ടും. പക്ഷേ ആക്ച്വൽ വാല്യൂ √6 എന്ന് പറയുന്നത് 2.449489 ആണ്. ഒബ്വിയസ്ലി നമ്മൾ ബിയിൽ നേരത്തെ കിട്ടിയ 2.4545, അതായത് 2.459 ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്നത് ആരാണ്? സീക്കൻഡ് മെത്തേഡ് വഴി ചെയ്ത P3 തന്നെയാണ് റൂട്ടിലേക്ക് കൂടുതൽ അപ്രോക്സിമേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി പ്രോബ്ലംസ് നമ്മുടെ എക്സസൈസിനകത്ത് കിടപ്പുണ്ട്. യു ജസ്റ്റ് ട്രൈ. സംശയമുള്ളത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.